ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കപ്പെട്ടതിന് പിന്നാലെ CPIM നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലായ നടൻ പ്രേംകുമാർ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ യാത്രയിലേക്ക് തനിക്ക് ക്ഷണമുണ്ടെന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു. എന്നാൽ ആ യാത്രയിൽ താൻ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അത്തരമൊരു ചിന്ത തന്റെ മനസ്സിൽ വന്നിട്ടില്ല. താൻ എന്നും കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ഉള്ളിൽ പേറുന്ന വ്യക്തിയാണെന്നും ആ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും പ്രേംകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് തനിക്ക് അസ്പൃശ്യതയുള്ള പ്രസ്ഥാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് വ്യക്തമായ ഒരു കോൺഗ്രസ് പശ്ചാത്തലം ഉണ്ടെന്നുള്ളത് നിഷേധിക്കാനാകാത്ത വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്ക് പുതിയ തലങ്ങൾ കൈവന്നിരിക്കുകയാണ്. 4 വർഷത്തോളം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടും തന്നെ പുറത്താക്കിയ രീതിയിൽ പ്രേംകുമാറിന് കടുത്ത അമർഷമുണ്ട്. പുറത്താക്കുമ്പോൾ സഹപ്രവർത്തകരോട് ഒരു നന്ദി വാക്ക് പറയാനുള്ള അവസരം പോലും തനിക്ക് നിഷേധിക്കപ്പെട്ടതായി അദ്ദേഹം പരിഭവിച്ചു. തന്റെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു വലിയ പരിപാടിക്ക് ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു. എന്നാൽ ആ പരിപാടിയെക്കുറിച്ച് തന്നെ അറിയിക്കുക പോലും ചെയ്തില്ല. ഇത് തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ച കാര്യമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കൊച്ചിയിൽ നടന്ന സാംസ്കാരിക സംഗമത്തിലും സമാനമായ അവഗണനയാണ് ഉണ്ടായതെന്ന് പ്രേംകുമാർ ചൂണ്ടിക്കാട്ടി. ആ പരിപാടിയിലേക്ക് തന്നെ ക്ഷണിക്കുകയോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. തന്നെ അറിയിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന JC ഡാനിയൽ പുരസ്കാരദാന ചടങ്ങിനിടെ ഉണ്ടായ സംഭവങ്ങളാണ് പ്രേംകുമാറിനെ കൂടുതൽ പ്രകോപിതനാക്കിയത്. ആ വേദിയിൽ മന്ത്രിമാരും MLA-മാരും പങ്കെടുക്കേണ്ടതായിരുന്നു. GR അനിൽ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരടക്കം എത്തേണ്ടവരായിരുന്നു. എന്നാൽ പുരസ്കാരം തനിക്കാണെന്ന് പ്രഖ്യാപിച്ചതോടെ നേരത്തെ വരാമെന്ന് ഏറ്റിരുന്ന ജനപ്രതിനിധികൾ ആരും വേദിയിൽ എത്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെ അവഹേളിക്കുന്നത് മാത്രമല്ല, JC ഡാനിയൽ എന്ന മഹാപ്രതിഭയെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനായി വായില്ലാ കുന്നിൽ അപ്പനായി തനിക്കും മൗനം പാലിച്ചിരിക്കാമായിരുന്നു. എന്നാൽ സ്ഥാനമാനങ്ങൾ പോയാലും സ്വന്തം നിലപാട് തുറന്നു പറയണമെന്നതാണ് തന്റെ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അധികാരത്തിന് വേണ്ടി ആദർശം പണയപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമായതോടെ പ്രേംകുമാർ അടുത്ത നീക്കം എങ്ങോട്ടായിരിക്കുമെന്ന ചർച്ചയിലാണ് രാഷ്ട്രീയ കേരളം. കോൺഗ്രസ് വേദിയിൽ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചത് ഇടത് ക്യാമ്പുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിലും പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണന ഇനിയും സഹിക്കാനാവില്ലെന്ന സൂചനയാണ് പ്രേംകുമാറിന്റെ വാക്കുകളിലുള്ളത്. വരും ദിവസങ്ങളിൽ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഈ തുറന്നു പറച്ചിലുകൾ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും.